യെസ്, ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്. 14, 23, 32 എന്ന് പറഞ്ഞിട്ട് ഒരു അരിതമെറ്റിക് സീക്വൻസ് ഉണ്ട്. ഇതിലെ ഏതെങ്കിലും രണ്ട് ടേമുകൾ തമ്മിൽ ഡിഫറൻസ് ചെയ്താലേ 108 കിട്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ഏതെങ്കിലും ഇതിപ്പോ ഇങ്ങനെ കുറെ എഴുതിപ്പോയി. എന്നിട്ട് ഏതെങ്കിലും രണ്ട് ടേമുകൾ മൈനസ് ചെയ്താല് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൈനസ് ചെയ്താൽ 108 വരുമോ എന്ന് ചോദിച്ചാൽ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്നറിയോ? ആദ്യം ഇതിലെ കോമൺ ഡിഫറൻസ് എത്രയാണ് നോക്കുക. എത്രയാണ് കോമൺ ഡിഫറൻസ്? ഇതിലെ കോമൺ ഡിഫറൻസ് എത്രയാണ് കോമൺ ഡിഫറൻസ്? സെക്കൻഡ് ടേം എന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്താലാണ് കോമൺ ഡിഫറൻസ് കിട്ടുക. എത്രയാണ്? 9 അല്ലേ? 23 14 മൈനസ് ചെയ്താലാണ് കോമൺ ഡിഫറൻസ് കിട്ടുക. ക്ലിയർ അല്ലേ? ഇതിന്റെ കൂടെ ചെയ്തോളൂ. ചെയ്യേണ്ട പ്രോസസ് ഇതാണ്. നമ്മളോട് ചോദിച്ച നമ്പർ ഇല്ലേ, അതിനെ ജസ്റ്റ് കോമൺ ഡിഫറൻസോട്ട് ഡിവൈഡ് ചെയ്യുക. എന്താണോ ഡിഫറൻസ് ആണ് എന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചത് അതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ 0 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. റിമൈൻഡർ 0 കിട്ടുകയാണെങ്കിൽ ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ ഡിഫറൻസ് അല്ല. മക്കളെ, വെരി സിമ്പിൾ. ചെയ്യേണ്ട പ്രോസസ് ഇത്ര മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചത് അതിനെ ജസ്റ്റ് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ 0 കിട്ടുകയാണെങ്കിൽ ഡിഫറൻസ് ആണ്. അത്രേ ഉള്ളൂ ചെയ്യാൻ. ചെയ്തോളൂ. 108 ഞാൻ ചെയ്യാണ്. വേഗം ചെയ്തോ. എത്ര കിട്ടി? ആൻസർ എത്ര കിട്ടി? റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ് റിമൈൻഡർ. ഈ താഴെ വരുന്നതാണ് റിമൈൻഡർ. വാട്ട് ഈസ് ദ റിമൈൻഡർ? 0. റിമൈൻഡർ 0 കിട്ടിയാൽ ഇത് ഡിഫറൻസ് ആണോ? അപ്പൊ അവിടെ എന്താ എഴുതുക? റിമൈൻഡർ 0 ആണ്. യെസ്, ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു മോർ ടേം. 108 എഴുതുക. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വൈ. എന്താണ് വൈക്ക് എഴുതുക? നിങ്ങൾ റീപ്ലൈ 108 9ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് എഴുതിയാൽ മതി. ഈ എഴുതിയതില്ലേ അതൊരു ഡയലോഗ് ആക്കി എഴുതുക. അതാണ് വൈ. എഴുതി വെച്ചോളൂ. യെസ്, 108. യെസ്, 108 ഈസ് മൾട്ടിപ്പിൾ ഓഫ് 9 അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് എഴുതിയാൽ മതി. ഇത് സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ? ഈ ആൻസർ കിട്ടിയതെന്ന് കൈവക്കിക്കാം. ഈ ആൻസർ കിട്ടിയവര് സിമ്പിൾ അല്ലേ? അടുത്തത്, ഒരു അരിതമെറ്റിക് സീക്വൻസിന്റെ 15th ടേം എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു അരിതമെറ്റിക് സീക്വൻസിന്റെ 15th ടേം കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? ഒരു അരിതമെറ്റിക് സീക്വൻസിന്റെ 15th ടേം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? x15 ആണ് കാണേണ്ടത്. ക്ലിയർ അല്ലേ മക്കളെ? ഇത് അരിതമെറ്റിക് സീക്വൻസിലെ ബേസ് ആണ്. ഫസ്റ്റ് ടേമിന്റെ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ചെയ്യണം? 14 കോമൺ ഡിഫറൻസ് ചെയ്യുമ്പോഴാണ് മക്കളെ 15th ടേം കിട്ടുക. ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കുകയല്ല വേണ്ടത്, നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യണം. കാരണം അടുത്ത എക്സാമിന് ചോദിക്കുക, ചിലപ്പോ 10th ടേമിനേക്കാളും ചോദിക്കുക. 10th ടേം എന്ന് പറഞ്ഞാൽ എന്താ? x10 is equal to x1 plus 9d. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും ഓരോ ഇക്വേഷൻ ആണ് ചെയ്യേണ്ടത്. 15th ടേം ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ. നിങ്ങളൊന്ന് പറഞ്ഞ, വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? പറയണ. ഫസ്റ്റ് ടേം എത്രയാണ്? ഈ അരിതമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എത്രയാണ്? 14 അല്ലെ? 14 പ്ലസ് 14 ഇൻറ്റു ഡി. ഡി എന്ന സ്ഥലത്ത് എത്ര എഴുതണം? 9. ഡി എന്ന സ്ഥലത്ത് 9 എന്ന് എഴുതണം. സോ വേഗം ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. 14 ഇൻറ്റു 9 എത്രയെന്നൊന്ന് പറഞ്ഞ. 14 ഇൻറ്റു 9 എത്ര? 126 അല്ലെ? എത്ര ആൻസർ? 140 കിട്ടിയിരുന്ന കൈ നോക്കിക്കാം. 140. സിമ്പിൾ ആണ്. ഇനി വീണ്ടും ക്വസ്റ്റ്യൻ വന്നു, പൊസിഷൻ എന്താണ്? എങ്ങനെ പൊസിഷൻ കാണുക? മക്കളെ, പൊസിഷൻ കാണാനുള്ള ഇക്വേഷൻ ഓർക്ക കുറച്ച് ഐഡിയ ഇട്ടാൻ തുടങ്ങിയോ?
കിട്ടാൻ തുടങ്ങിയില്ലേ? എങ്ങനെയാണ് പൊസിഷൻ കാണുക? ഇതാണ് അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസ് ഒന്നുകൂടി പറഞ്ഞ ഏതാ നമ്മളെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ? ഫസ്റ്റ് ടൈം ഏതാ? 14. സെക്കൻഡ് ടൈം ഏതാ? 23. തേർഡ് ടൈം ഏതാ? 32. ഇതിൽ എത്രാമത്തെ നമ്പറിന്റെ പൊസിഷനാ ചോദിച്ചത്? 230ന്റെ പൊസിഷൻ ചോദിച്ചാൽ എന്താണ് ഇക്വേഷൻ? എന്താണ് ഇക്വേഷന്റെ കൂടെ ചെയ്തോളൂട്ടോ. എന്താണ് ഇക്വേഷൻ? നമ്പർ ഓഫ് ടേംസ് എന്നോ പൊസിഷൻ എന്നോ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ ഇക്വേഷൻ? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 ഇക്വേഷൻ. അപ്പൊ ഇതിലെ ലാസ്റ്റ് ടൈം ഏതാ? 230 230. ഫസ്റ്റ് ടൈം ഏതാ? 230 അല്ലേ ചോദിച്ചത്? ഫസ്റ്റ് ടൈം ഏതാ? 14. കോമൺ ഡിഫറൻസ് ഏതാ? 9 പ്ലസ് 1. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. 230 14 മൈനസ് ചെയ്ത് എത്ര? 230 14 മൈനസ് ചെയ്ത് എത്ര? ചെയ്തിട്ടില്ലേ? ചെയ്തില്ലേ? എത്ര? 230 14 മൈനസ് 216 അല്ലെ? 9 തൊട്ട് ഡിവൈഡ് ചെയ്യുക. 216 9 തൊട്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എത്ര? 24. 24 പ്ലസ് 1 എത്രയാണ്? 25. വെരി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്.